അത് വാങ്ങണം. വിലപിടിപ്പുള്ള വസ്തുവാ അത്. വിചാരിക്കുന്നതല്ല അതിന്റെ വില. തനി തങ്കമാ. പോരാത്തതിന് രാജമുദ്ര. ആര് വാങ്ങുവത്? അയ്യോ, അബദ്ധം പറയരുതേ. ഒരിക്കൽ കിട്ടുന്ന പൊന്നെത്രയാന്നറിയാമോ? നൽകുന്ന രത്നമാലയുടെ 10 ഇരട്ടി മതിപ്പുണ്ട്. എങ്കി വാങ്ങാത്. വാങ്ങണം. പക്ഷേ അതിനു മുമ്പ് അതെവിടെ നിന്നാണെന്നറിയാം. വരൂ. അല്ല, രാജമുദ്രയുള്ള ഈ വള നിങ്ങൾക്ക് എവിടുന്ന്? മോഷ്ടിച്ചാണോ? അയ്യോ, അങ്ങനെയല്ല. ഇവർ രാജഗുരുവിന്റെ ധർമ്മപത്നിയാണ്. കൊട്ടാരത്തിൽ നിന്ന് സമ്മാനിച്ചതാണ്. രാജഗുരു ഇത് ധരിക്കാറില്ല. രത്നവ്യാപാരി വന്ന വിവരം ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നു. അദ്ദേഹമാണ് ഈ വള തന്നിട്ട് ഈ ആഭരണം വാങ്ങാൻ പറഞ്ഞത്. അങ്ങനെയാ? എങ്കിൽ ശരി, ആ വള ഇങ്ങി തരും. ആ മാലയും കൊടുത്തു. ശരി, വാ. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? ഒരു തങ്കവിള എന്റെ കൈവശമുണ്ട്. അത് നൽകി പകരം ഒരു ആഭരണം എടുക്കുന്നതിന് വേണ്ടി വന്നതാ. ആഭരണം കൈമാറ്റം ചെയ്യാനാണെങ്കിൽ നിങ്ങൾ കടയിലേക്ക് വന്നോളൂ. അതുകൊണ്ടല്ല, എന്റെ കൈവശമുള്ള വള നിങ്ങൾ മാറ്റി നൽകുമോ എന്ന് അറിയുക കൂടി വേണം. ഇതാണ് ആ വള. ഇതിനു പകരമായി എനിക്കൊരു രത്നമാല വേണം. ഇത്തരം വള ഞങ്ങൾ വാങ്ങാറില്ല. നിങ്ങൾ പോവുക, എനിക്ക് വേറെ വേലയുണ്ട്. നിങ്ങളുടെ അടുത്ത് വ്യാപാരത്തിനായി ഒരു മറുനാടൻ വ്യാപാരി എത്താറില്ലേ? അയാളിപ്പോ എവിടെയുണ്ട്? ഏത് വ്യാപാരി? ഇവിടെ കച്ചവടത്തിനായി ഒട്ടേറെ പേർ വരുന്നുണ്ട്. ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വിശേഷപ്പെട്ട രത്നമാലകളുമായി എത്തുന്ന ഒരു വ്യാപാരി ഉണ്ടല്ലോ, അയാളുടെ കാര്യമാണ് എനിക്കറിയേണ്ടത്. അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. അയാളിപ്പോ എവിടെയാണെന്ന് എനിക്കറിയില്ല. അതറിഞ്ഞിട്ട് നിങ്ങൾക്കെന്ത് കാര്യം? കാര്യങ്ങളേറെയുണ്ട്. അയാൾ എവിടെയുണ്ടെന്ന് നിങ്ങൾ പറയുക തന്നെ വേണം. അടിയൻ? തമ്പുരാൻ, അടിയൻ അറിയില്ല തമ്പുരാൻ. ഇതുപോലൊരു കൈവള നിങ്ങൾ രത്ന വ്യാപാരിക്ക് രാജഗുരുവിന്റെ ഭാര്യയിൽ നിന്ന് വാങ്ങി നൽകിയിട്ടില്ലേ? ഓർക്കണം തമ്പുരാൻ, അവരുടെ കയ്യിൽ അതല്ലാതെ മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് അടിയനെ നിർബന്ധിച്ചു നൽകിയതാ. രാജചിഹ്നമുള്ള കൈവള കൊട്ടാരത്തിൽ നിന്നും ബഹുമതിയായി നൽകുന്നതാണെന്ന് നിനക്കറിയില്ലേ? അത് കൈമാറ്റം ചെയ്യാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? രാജഗുരുവിന്റെ ഭാര്യയോടൊപ്പം വന്ന സ്ത്രീ സ്ഥിരമായി എന്റെ ആഭരണശാലയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്നവരാ. അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയാ ഞാനിത് ചെയ്തത്. ആ കൈവള നിങ്ങൾ ആ മറുനാട്ടുകാരന് കൊടുത്തയച്ചുവോ? അയാൾ പിറ്റേന്ന് കാലത്ത് തന്നെ അതുമായി മടങ്ങി പോവുകയും ചെയ്തു. അയാൾ എങ്ങോട്ടേക്കാ പോയത്? അതെനിക്ക് കൃത്യമായി അറിയില്ല തമ്പുരാൻ. കളിപ്പിക്കാമെന്ന് കരുതുന്നുവോ? ഇവിടെ വ്യാപാരത്തിന് വരുന്ന ആളല്ലേ അയാൾ? അയാളുടെ വാസസ്ഥലം നിനക്കറിയില്ലെന്നോ? നുണ പറഞ്ഞ ജീവൻ കളയണ്ട. എവിടെയാണ് അയാളുടെ വീട്? ഞാൻ പറയാൻ തമ്പുരാൻ, അടിയനെ ഒന്നും ചെയ്യരുത്. നടന്നല്ല അടിയൻ പറയാം. സുഹൃത്തേ, ഇത്തവണത്തെ കച്ചവടം കെങ്കേമമായി. ഞാനിത്രയും പ്രതീക്ഷിച്ചതല്ല. ഇത്തവണ താങ്കൾ കച്ചവടത്തിന് വരുന്ന വിവരം നാട്ടുകാരെ അറിയിക്കാൻ ഞാൻ പ്രത്യേകം ഏർപ്പാടാക്കിയിരുന്നു. നന്ദി. അതിന്റെ മെച്ചം ഉണ്ടാവുകയും ചെയ്തു. നാളെ പുലർച്ചെ തന്നെ പുറപ്പെടണം. താങ്കൾ ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും വളരെയധികം നന്ദി. അതിനെന്ത്? നാം എല്ലാവരും ഈ വ്യാപാരം കൊണ്ടാണല്ലോ ജീവിക്കുന്നത്. താങ്കളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടുത്തെ വ്യാപാരം എനിക്ക് നന്ദി ബോധിച്ചു. തീർച്ചയായും ഞാൻ ഇനിയും വരും. തീർച്ചയായും താങ്കൾ വരിക തന്നെ വേണം. താങ്കൾ കൊണ്ടുവരുന്ന ആഭരണങ്ങൾക്ക് നാട്ടിൽ നല്ല മതിപ്പാ. നാളെ പുലർച്ചെ പുറപ്പെട്ടാൽ മാത്രമേ വൈകും മുമ്പ് അങ്ങ് എത്താൻ കഴിയൂ. അതിനെന്ത്? താങ്കൾക്ക് മടങ്ങാൻ എളുപ്പമുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. താങ്കൾ ഇങ്ങോട്ട് വന്ന വഴിയേക്കാൾ മെച്ചം തന്നെ. എങ്കിൽ ഉപകാരമായി. അങ്ങനെയെങ്കിൽ താങ്കൾ ഉറങ്ങിക്കൊള്ളുക. പുലർച്ചെ താങ്കളെ ഞാൻ തന്നെ വിളിച്ചുണർത്തുകയും ചെയ്യാം. എങ്കിൽ അങ്ങനെ ആവട്ടെ. എന്താ നിനക്കിവിടെ കാര്യം? അത് അനന്തോച്ചി നായകരെ കാണാൻ എത്തിയതാ. അടിയന്തരമായി ഒരു വിവരം അറിയിക്കണമായിരുന്നു. അവിടെ നിൽക്ക്.
ഒരാൾ കാണാനെത്തിയിട്ടുണ്ട്. അത്യാവശ്യമാണെന്ന് പറയുന്നു. നമ്മുടെ താവളം അറിയുന്നവനെങ്കിൽ പരിചിതം തന്നെ. വരാൻ പറയൂ. വരൂ. എന്തേ? അങ്ങേ കണ്ടൊരു വിവരം അറിയിക്കാൻ എത്തിയതാ. പറ. അന്യദേശത്തു നിന്നും ഒരു രത്നവ്യാപാരി എത്തിയിട്ടുണ്ട്. ഏറെ നാളത്തെ കച്ചവടം നടത്തി ഏറെ ധനം സമാഹരിച്ചിരിക്കുന്നു. കൊള്ളാമല്ലോ. എന്നിട്ട്? അയാൾ നാളെ പകൽ ധനവുമായി നാടുവിടുകയാണ്. കൊള്ളാം. അത് തട്ടിയെടുക്കുക തന്നെ അല്ലേ? അതെ, പക്ഷെ എനിക്കും അതിന്റെ വീതം വേണം. വിലപ്പെട്ട വിവരം അറിയിച്ചതല്ലേ? കിട്ടുന്നതിന്റെ കാൽഭാഗം നിനക്ക് അവകാശപ്പെട്ടതാണ്. അയ്യോ, അങ്ങനെ പറയരുത്. പകുതി എനിക്ക് തരണം. അങ്ങേക്ക് വേണ്ടി ഈ വിവരം അറിയിച്ചതല്ലേ? പകുതി സാധ്യമല്ല. വേല ഞങ്ങൾക്കും കൂലി നിങ്ങൾക്കും ആയാലെങ്ങനെ? അയ്യോ, കാൽഭാഗം വളരെ കുറവാ. ആ, എങ്കിൽ തർക്കം വേണ്ട. പകുതിയെങ്കിൽ പകുതി. അവൻ ഏതു വഴിയാ പോകുന്നത്? കുറിച്ചിക്കാട് വഴി. എങ്കിൽ നിങ്ങൾ പൊയ്ക്കോ. ഓ, സുഹൃത്തെ, നന്ദി. ഒരിക്കൽ കൂടി താങ്കൾ ചെയ്തു തന്ന സഹായങ്ങൾക്ക് നന്ദി പറയട്ടെ. ഓ, താങ്കൾ സന്തുഷ്ടനായി മടങ്ങുന്നത് എനിക്കും സന്തോഷം തന്നെ. ഇതാ, അയ്യോ, ഇതിരിക്കട്ടെ. എന്റെ സന്തോഷത്തിന്റെ പങ്കായി താങ്കൾ ഇത് സ്വീകരിക്കും. ഓ, താങ്കൾക്ക് എപ്പോഴും ഇവിടേക്ക് സ്വാഗതം. എന്താവശ്യമുണ്ടെങ്കിലും താങ്കൾ എന്നെ അറിയിച്ചാൽ മാത്രം മതി. തീർച്ചയായും. താങ്കളുടെ സൗഹൃദത്തെ ഞാൻ ഏറെ വിലമതിക്കുന്നു. താങ്കളെ തനിച്ചു പോകാൻ അനുവദിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അത്യാവശ്യമായി എനിക്ക് ഭാര്യാഗൃഹത്തിൽ പോകേണ്ടതുണ്ട്. ഓ, അതോർത്ത് താങ്കൾ വിഷമിക്കണ്ട. താങ്കളുടെ ഈ സന്മനസ് ഇനിയും ഉണ്ടാവണം. പിന്നെ എന്നാ ഞാൻ ഇറങ്ങുന്നു. യാത്രയിൽ അയാളെ അനന്തോച്ചി നായ്ക്കൊരു സംഘം ആക്രമിച്ചു. അയാളുടെ കൈവശം ഉണ്ടായിരുന്ന ആഭരണങ്ങളും പണ്ടവും അവർ കവർച്ച ചെയ്യാനുണ്ടായത്. കൂട്ടുവ്യാപാരത്തിന് വന്നവനെ നീ തന്നെ ചതിച്ചു അല്ലേ? അടിയനോട് പൊറുക്കണം തമ്പുരാൻ. പൊറുക്കുകയോ? നിനക്കുള്ള ശിക്ഷ വേണ്ട സമയത്ത് നൽകിക്കോളാം. അനന്തോച്ചി നായക്കർക്ക് ആ രത്ന വ്യാപാരിയുടെ യാത്രാമാർഗം പറഞ്ഞു നൽകിയത് അപ്പോൾ നീയാണ്. അതേ തമ്പുരാൻ. അനന്തോച്ചി നായക്കരുമായി നിനക്ക് എന്താണ് ബന്ധം? അവർ കൊള്ള മുതലായി ലഭിക്കുന്ന ആഭരണങ്ങൾ അടിയന് നൽകും. അടിയൻ അവ വിറ്റ് അടിയന്റെ പ്രതിഫലം എടുത്തതിന് ശേഷം ശിഷ്ട അവർക്ക് നൽകും. കള്ളത്തരവും ചതിയും മാത്രമല്ല, കളവ് മുതലിന്റെ വ്യാപാരവും നിനക്ക് വശം തന്നെയല്ലേ? അനന്തോച്ചി നായക്കർ ഇപ്പോൾ എവിടെയാണുള്ളത്? എവിടെയാണ് അയാളുടെ താവളം? അറിയില്ല തമ്പുരാൻ. കൊള്ള നടത്തിയ ശേഷം അവർ കാട് കയറി മറുനാട്ടിലേക്ക് പോവുകയാണ് പതിവ്. ഒളി പറയുന്നുവോ കള്ള പരിശേ? ജീവൻ വേണമെന്ന് ആഗ്രഹമില്ലേ നിനക്ക്? അയ്യോ, അടിയൻ പറയുന്നത് സത്യം തന്നെയാണ് തമ്പുരാൻ. ഇല്ല, നിന്നെ വിശ്വസിക്കുക സാധ്യമല്ല. കൊള്ളയ്ക്കായെത്തുന്നവർ ഈ നാട്ടിൽ എവിടെയെങ്കിലും താവളം ഉറപ്പിക്കാതെ അവർക്ക് കൊള്ള നടത്താൻ കഴിയില്ല. നീ അവർക്ക് അങ്ങനെയല്ലാതെ വിവരങ്ങൾ കൈമാറുന്നത് എങ്ങനെയെന്ന് സത്യം പറയുക, അല്ലെങ്കിൽ പ്രാണൻ വെടിയുക. ഏത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. അടിയനെ ഒന്നും ചെയ്യരുത് തമ്പുരാൻ. അടിയനാണ് താവളം കാണിച്ചതെന്നറിഞ്ഞ അനന്തോച്ചി നായക്കർ അടിയന്റെ ജീവൻ എടുക്കും. നീ ഭയപ്പെടുക വേണ്ട. ഈ മാർത്താണ്ഡൻ വേനാടിനെ സംരക്ഷിക്കും വരെ ഒരു കൊള്ളക്കാരനും നാട് കയറി നിന്റെ ജീവൻ എടുക്കില്ല. പറയൂ, എവിടെയാണ് അവരുടെ താവളം? അടിയൻ പറയാൻ തമ്പുരാൻ. മലയിടുക്കിന് താഴെ കാട്ടിൽ വടക്ക് കിഴക്കായാണ് അവരുടെ താവളം. ശരി, എങ്കിൽ ഞങ്ങളോടൊപ്പം പുറപ്പെട്ടുള്ളൂ. നീ തന്നെ വഴികാട്ടുന്നതാവും ഉചിതം. നടക്ക്.